ഈ സ്വർണത്തിന് വിലവർദ്ധനവ് ഉം. കഴിഞ്ഞ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ വർധനവുണ്ടായത് ഉം. 1980 വാർ ആ. ഉണ്ടായ സമയത്താണ്. സ്വാഭാവികമായിട്ടും അങ്ങനെ തന്നെയാണല്ലോ എപ്പോഴും ഉണ്ടാവാറ്. അങ്ങനെയാണ് ഒരു ഉണ്ടാവുക. എന്തെങ്കിലും ഒരു അവസ്ഥ അരക്ഷിതാവസ്ഥ ഉണ്ടാകുക, നിൽക്കുമ്പോഴാണ് ആളുകൾ അല്ലെങ്കിൽ സ്വർണ്ണത്തിൽ നിക്ഷേപിക്കുക. അൺസർട്ടിനിറ്റി ഉണ്ടാകുക, ഉം. ഇങ്ങനെയുള്ള സമയത്താണ് ഉണ്ടാകുക. ഉം. അത് കഴിഞ്ഞ് 2 മാസം ഉം. വർഷം കൊണ്ട് ഉം. 82 മുതൽ ഉം. സ്വർണത്തിൻ്റെ വില വീണ്ടും താഴോട്ട് താഴോട്ട് വന്നു. പോയി. പിന്നീട് 35 മുതൽ ഉം. 55 വരെ ആയിരുന്നു ഉം. 2002 വരെയുള്ള കാലഘട്ടത്തിൽ ഉം. ഒരു ഗ്രാമിൻ്റെ വില വില. UAE-യിൽ. ആ. മനസ്സിലായി. അപ്പോൾ ഇവിടെയുള്ള ധാരാളം ആളുകൾ ഉം. ആ വിലയ്ക്ക് ഗോൾഡ്. സ്വർണം മേടിച്ചു വെച്ചവരാ. ഇന്ന് അതിൻ്റെ എത്രയോ ഇരട്ടിയായി. ഇരട്ടിയായിട്ട് സ്വർണത്തിൻ്റെ വില കൂടി. ഉം. 10 ഗ്രാം ഗോൾഡിന് 1979 ഉം. 973 ഉണ്ടായിരുന്നത് ഉം. ഇപ്പോൾ ഉം. ഉയർന്ന് 10 ഗ്രാമിന് ഉം. 1,20,000 മാറി. മാറി. ഓക്കെ. 120 ഇരട്ടിയായിട്ട് മാറി ഇരട്ടിയായിട്ട് മാറി. അന്നത്തെ എൻ്റെ. ആ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടും ഉം. ആളുകൾ സ്വർണം ഇത് വാങ്ങുന്നു. സ്വർണം ഒരു അസറ്റ് എന്നുള്ള നിലയ്ക്ക് അതിൽ നിന്ന് ലാഭം എടുക്കാൻ വേണ്ടി തയ്യാറാവുന്നില്ല. ഉം. ഉം. ഇതിന് എമോഷണൽ അറ്റാച്ച്മെൻറ്റാണ് സ്വർണം കൂടുതൽ. ഇപ്പോഴും. എൻ്റെ ഭർത്താവ് തന്നു, അല്ലെങ്കിൽ അമ്മ തന്നു, അച്ഛൻ തന്നു എന്ന് പറഞ്ഞിട്ട് അത് കൈവിടാൻ തയ്യാറല്ല. വളരെയധികം മടിയാണ്. ഉം. ഉം. അതേസമയത്ത് അപൂർവം ആളുകൾ ഇപ്പോൾ വിൽക്കുന്നുണ്ട്. ഉം. ഉം. അത് വിറ്റ് ഇപ്പോഴത്തെ സാഹചര്യം നോക്കിക്കഴിഞ്ഞാൽ ഉം. ട്രംപ് പോലുള്ള ആള് ഒരു അമേരിക്കൻ പ്രസിഡന്റ് ഉണ്ടാവുന്ന ഒരു സാഹചര്യം സാഹചര്യത്തില്. ഇപ്പം നമ്മൾ 2080 നടന്നല്ലോ. ആ. ആ ഒരു വാർ സ്റ്റോപ്പ് ചെയ്തതോടുകൂടി ലോകത്ത് വേറെ പ്രശ്നമൊന്നും ഉണ്ടായില്ല. അപ്പൊ അപ്പോൾ സ്വാഭാവികമായിട്ടും. താഴെ കുത്തൻ്റെ താഴോട്ട് വന്നു. ഉം. എന്നതുപോലെ ഒരു ലീഡർ ഉരുത്തിരിഞ്ഞ് വരികയാണ്. ഉം. ലോക സമാധാനം കാക്ഷിക്കുന്ന ഒരാൾ ഉണ്ടാകുകയും ആ. ലോകത്തിൽ സമാധാനം ഉണ്ടാകുകയും ചെയ്താൽ ഉം. ഈ വില താഴോട്ട് വരും. വരും.